ഹലോ ഫ്രണ്ട്സ്, AK Tech Hubന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു സ്പോട്ട് വെൽഡിംഗ് മെഷീനാണ്. നമ്മൾ ലിഥിയം ബാറ്ററി സോൾഡർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്പോട്ട് വെൽഡിംഗ് മെഷീനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ആ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പം ഈ സ്പോട്ട് വെൽഡിംഗ് മെഷീൻ ഉണ്ടാക്കാൻ എടുക്കുന്ന മൈക്രോവന്റെ ട്രാൻസ്ഫോമറാണ്. മൈക്രോവൻ പഴയ വീട്ടിലെ ഉപയോഗിച്ച് കംപ്ലൈന്റ് ആയ ഒരു മൈക്രോവൻ ഇപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ട്രാൻസ്ഫോമർ ഇളക്കിയെടുക്കണം. ഇതാണ് നമ്മുടെ മൈക്രോവന്റെ ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമറാണ് നമ്മൾ സ്പോട്ട് വെൽഡിംഗ് മെഷീൻ ചെയ്യാൻ പോകുന്നത്. നമുക്കതിന് ഈ ബൈൻഡിങ് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ഈ ബൈൻഡിങ്ങിന്റെ ആവശ്യമില്ല. നമ്മളതിന്റെ മേളത്തെ വൈൻഡിങ് ഇളക്കി കളഞ്ഞ് നല്ല ഹോളാക്കിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മൾ അടുത്ത വൈൻഡ് ചെയ്യാൻ എടുക്കുന്ന 16 kg വയറാണ്. 16 kg ഈ വയറ് നമുക്ക് ഇതിനകത്ത് 4 ചുറ്റി വെക്കണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നമ്മൾ ഈ സ്പോട്ട് വെൽഡിംഗ് മെഷീൻ ഉണ്ടാക്കാൻ പോകുന്ന ക്യാബിൻ ഇതാണ്. എന്ന് പറഞ്ഞാൽ പഴയൊരു ആംപ്ലിഫയർ ബോർഡിന്റെ ക്യാബിനാണ്. ഇതിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് പ്രശ്നമെന്ന് വെച്ചാൽ ക്യാബിൻ ചെറുതാണ്. എന്നോട് അടയ്ക്കാൻ പറ്റത്തില്ല. അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലും ഇതിനെ പൊക്കണം. ഇങ്ങനെ നിർത്തി പൊക്കണം. ഇങ്ങനെ നിൽക്കണം. അപ്പം അതിനായിട്ട് നമ്മുടെ മൈക്രോവന്റെ ബോഡി കട്ട് ചെയ്ത് ഇതിനകത്ത് സ്ക്രൂ ചെയ്ത് വെച്ചോണം വലുതാക്കാം. നമുക്കപ്പോൾ ഇത് കട്ട് ചെയ്യും. പീസ് കട്ട് ചെയ്തെടുത്തത് നമ്മുടെ ബോക്സിൻ്റെ ഷീറ്റുമായിട്ട് വെച്ച് നമ്മൾ റിബേറ്റ് അടിക്കുകയാണ്. ഇളക്കിയെടുക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടി റിബേറ്റാണ് അടിച്ച് സെറ്റ് ചെയ്യുന്നത്. നമുക്കിനി നമ്മുടെ ഈ ബോക്സിനകത്തോട്ട് ട്രാൻസ്ഫോമറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നോക്കാം. ട്രാൻസ്ഫോമറിന് 4 സ്ക്രൂ ആണ് ഇടേണ്ടത്. 4 സ്ക്രൂവും ഇട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. നല്ല വെയിറ്റ് ഉള്ളതാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുമ്പോൾ ഷേക്ക് ആവാതിരിക്കാൻ 4 സ്ക്രൂ ഇട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. നമ്മൾ ആദ്യമേ ഈ ട്രാൻസ്ഫോമറിലെ വൈൻഡിങ്ങിനെടുത്ത വയർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പം ഒരു വയറിന് കട്ട് ചെയ്തതിൻ്റെ ചെമ്പിൻ്റെ കമ്പി എടുത്ത് നമ്മൾ മറ്റേ സ്ലീവ് ഇട്ട് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത വയറാണിത്. ഈ വയറിട്ടാണ് നമ്മളിപ്പോൾ വൈൻഡ് ചെയ്തേക്കുന്നത്. എന്നുവെച്ചാൽ മറ്റേ വയറിന് നീളക്കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് നീളത്തിൽ എത്തിക്കിട്ടത്തില്ല. അതുകൊണ്ട് ഈ വയർ നമ്മൾ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. സ്ലീവ് ഇട്ട് നമ്മളിത് ഹീറ്റ് ചെയ്താണ് ഒട്ടിക്കുന്നത്. ഒട്ടിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സ്ലീവ് മാത്രം ഇടരുത്. ഈ വയർ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നത്. അതുകൊണ്ട് 2 സ്ലീവ് ഇട്ട് വേണം ഇത് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കാൻ. ഇതാണ് നമ്മളിപ്പം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മീറ്ററാണ്. നമ്മൾ ഈ ടൈമും
മറ്റേ കറണ്ടിൻ്റെയൊക്കെ റീഡിങ് അറിയാനുള്ള മീറ്ററാണ്. നമ്മളത് ഫ്രണ്ടിൽ ചെറിയൊരു ഹോളിനകത്ത് ഇത് ഇട്ട് ടൈറ്റ് ചെയ്യണം. 4 സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. ആ 4 സ്ക്രൂ ഇട്ട് നമുക്കതിന് ടൈറ്റ് ചെയ്ത് വെക്കാം. സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഓവറായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ മീറ്റർ പോകാതെ നോക്കണം. അതുകൊണ്ട് ഓവറായിട്ട് ഇട്ട് പ്രസ് ചെയ്യാതെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ അതിൻ്റെ മീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ കൺട്രോളർ ബോർഡ്, ആ കൺട്രോളർ ബോർഡ് കൂടെ സെറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ഈ ബോർഡ്, കൺട്രോളർ ബോർഡിന് 12 വോൾട്ട് കറണ്ട്, 9 to 12 വോൾട്ട് കറണ്ടാണ് അതിൻ്റെ സപ്ലൈ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ കൺട്രോളർ ബോർഡ് വാങ്ങുമ്പോൾ നമ്മുടെ ഈ സ്വിച്ച് എല്ലാം ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് അതങ്ങനെ വേണ്ട, നമുക്കിപ്പോൾ ബോഡിക്ക് പുറത്തെടുക്കണ്ടേ, ക്യാബിനിന് പുറത്തെടുക്കേണ്ടതുകൊണ്ട് നമുക്ക് ആ 2 സ്വിച്ചും, ടൈമിൻ്റെ സ്വിച്ചും കറണ്ടിൻ്റെ സ്വിച്ചും, ആ 2 സ്വിച്ചും നമുക്ക് അഴിച്ചെടുക്കണം. നമ്മൾ സോൾഡറിങ് അയൺ വെച്ച് നമ്മളത് ആദ്യമേ റിമൂവ് ചെയ്യാനകത്ത് റിമൂവ് ചെയ്തിട്ട് വയർ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ക്യാബിന് പുറത്ത് സെറ്റ് ചെയ്യണം. നമ്മൾ ആ സ്വിച്ച് ഇളക്കിയെടുത്ത് അതിന് വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൺട്രോളർ ബോർഡിൽ അത് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് അത് എങ്ങനെയായിരുന്നു സെറ്റ് ചെയ്താൽ അതേപോലെ തന്നെ സെറ്റ് ചെയ്താൽ മതി, അതിനകത്ത് നോക്കാനൊന്നുമില്ല. നമ്മൾ സ്വിച്ചിൻ്റെ വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ക്യാബിനിൽ സെറ്റ് ചെയ്യണം. നമ്മൾ ഈ കൺട്രോളർ ബോർഡ് മേടിക്കുമ്പം അത് സെറ്റ് ചെയ്യാനുള്ള ബോൾട്ടും കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ അതെല്ലാം എടുത്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ ആ സ്പോട്ട് വെൽഡിങ് മെഷീനകത്ത് ഡിജിറ്റൽ മീറ്റർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ ചെയ്താണ് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ടൈം കൺട്രോളറും പിന്നെ അതിൻ്റെ കറണ്ട് കൺട്രോളറുമാണ് ഇത് രണ്ടും. പിന്നെ ഇതാണ് നമ്മുടെ സ്പോട്ട് വെൽഡിങ് മെഷീൻ്റെ കൺട്രോളർ ബോർഡ്. നമ്മളാണ് ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്, ചെറിയ ട്രാൻസ്ഫോമർ. ഇത് 9 തൊട്ട് 12 വോൾട്ട് വരെ നമുക്ക് സപ്ലൈ കൊടുക്കാം. അപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് 9 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. അതുകൊണ്ട് ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ട രീതികളെല്ലാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യാനായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. 9 വോൾട്ട് AC to 12 വോൾട്ട് കണ്ടോ, ഇതിനകത്താണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ സ്വിച്ച്, അതായത് നമ്മുടെ പെഡൽ സ്വിച്ചിൻ്റെ കണക്ഷനാണ് ഈ കിടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു ടൈം കൺട്രോളറും കറണ്ട് കൺട്രോളറിൻ്റെയും സ്വിച്ച് ചെയ്യുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് വയർ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈക്രോൻ്റെ ട്രാൻസ്ഫോമറാണ് ഈ ഫിറ്റ് ചെയ്തേക്കുന്നത്. മൈക്രോൻ്റെ ട്രാൻസ്ഫോമറിനകത്ത് AC വരുന്ന സപ്ലൈയിൽ ഒരു വയർ നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വയർ എടുത്ത് തന്നെ നമ്മുടെ ഈ കൺട്രോളറിനകത്ത് 2 എഴുതിയിരിക്കുന്ന പോർഷനിൽ കണക്ട് ചെയ്യും. ഒന്നിനകത്ത് AC വരുന്ന ലൈൻ നേരിട്ട് കൊടുക്കും, ലൈൻ ഒന്നിനകത്ത് കൊടുക്കും, ഒരു വയർ നേരിട്ട് ട്രാൻസ്ഫോമറിലും കൊടുക്കും. പിന്നെ നമ്മുടെ ഇതിൻ്റെ ബോർഡിൻ്റെ പവർ സപ്ലൈ ആണ് ഈ കൊടുത്തേക്കുന്നത്. നമുക്കിതെല്ലാം മാറി ഫിറ്റ് ചെയ്യാം. നമ്മുടെ ബോർഡിൻ്റെ അടിയിൽ ഈ സോൾഡറിങ് ഒക്കെ ഉണ്ട്. അതപ്പം ഈ ക്യാബിനുമായിട്ട് ഷോർട്ടാകാതിരിക്കാൻ നമ്മൾ പോളികാർബണിൻ്റെ ഒരു പീസാണ്. പീസ് നമ്മൾ അടിയിൽ വെച്ച് അതിൻ്റെ അളവിനാണ് ഹോൾട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ബോർഡിലേക്കുള്ള സപ്ലൈ എടുക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വയർ താപ്പോട്ട് ഇറക്കി കൊടുക്കുക. നമുക്കിനി ഇതിനകത്ത് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെഡലാണ്. പെഡലിൻ്റെ ലൈനൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ പണി കഴിയും. പിന്നെ നമുക്ക് ക്യാബിൻ അടയ്ക്കാം. പെഡലിൻ്റെ വയറൂടെ നമുക്ക് കൊടുക്കാം. നമ്മളാണ് പെഡലായിട്ട് എടുത്തേക്കുന്ന മറ്റേ ഇത് നമ്മുടെ തയ്യൽ മെഷീൻ്റെ മോട്ടറിൻ്റെ പെഡലാണ് എടുത്തേക്കുന്നത്. ഇതാണ് മോട്ടറിൻ്റെ പെഡലിൻ്റെ കണക്ഷൻ. ഈ കണക്ഷൻ കട്ട് ചെയ്യുന്നില്ല. കണക്ഷൻ കട്ട് ചെയ്യാതെ അഡീഷണൽ ആയിട്ട് കണ്ട ഒരു വയറിനെ കണക്ട് ചെയ്തെടുത്തു. കണ്ട ഇതിൻ്റെ 2 പോയിന്റിൽ നിന്ന് ഒരു വയർ 2 വയർ കണക്ട് ചെയ്തെടുത്ത് 2 പോയിന്റിൽ നിന്ന് ആ 2 പോയിന്റ് എടുത്ത് വെച്ചാൽ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇതിലൂടെ ടച്ച് ആവണം. അതിന് വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടോ, ഇതിൽ ടച്ച് ആവണമെങ്കിൽ ഉണ്ടോ, പ്രസ് ചെയ്താലേ ടച്ച് ആകത്തുള്ളൂ.
നമുക്ക് സ്പോട്ട് ആക്ഷൻ മതി. അതുകൊണ്ട് നമ്മൾ ഇതിലും കൂടെ കണക്ട് ചെയ്ത് ഒരു വയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വയറാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നത്. പവർ സപ്ലൈ വയറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പെഡലിൻ്റെ ലൈനും കയറ്റി വിടാം. അവിടെ പെഡലിൻ്റെ അല്ലാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്വിച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പെഡലിൻ്റെ ലൈൻ നമ്മൾ കൊടുക്കുക. അപ്പം നമ്മുടെ അകത്തെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഫിറ്റ് ചെയ്തു. ഇനി നമുക്കിതിന് ഇതിൻ്റെ അടപ്പെല്ലാം എടുത്ത് ക്ലോസ് ചെയ്യാം. നമ്മൾ ഈ ക്യാബിൻ്റെ 3 സൈഡിലേക്ക് എടുത്തേക്കുന്ന മൈക്രോവൻ്റെ ബാക്ക് ബോഡി കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. ഫ്രണ്ടിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ഒക്കെ ഉള്ളത് കൊണ്ട് പോളികാർബൺ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ലെവലിന് ഹോൾ അടിച്ച് കട്ട് ചെയ്താണ് നമ്മൾ ഈ ഫ്രണ്ട് അടയ്ക്കുന്നത്. നമ്മൾ ഈ മുനപ്പിച്ചെടുത്ത കമ്പി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ വയർ നമ്മുടെ ജസ്റ്റ് ഇൻസുലേഷൻ ഒന്ന് കളഞ്ഞിട്ട് അവിടെ കമ്പിയിലോട്ട് കയറ്റി വെച്ച് ടൈറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇൻസുലേഷൻ അടിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് സ്ലീവ് കയറ്റിയിട്ട് ഹീറ്റ് ചെയ്താണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പോട്ട് വെൽഡിംഗ് മെഷീൻ്റെ ഗണ്ണ്. നമ്മുടെ മെഷീൻ റെഡി ആയിട്ടുണ്ട്, സ്പോട്ട് വെൽഡിംഗ് മെഷീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറണ്ട് ഒരു 70 സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ, 70-71. പിന്നെ ടൈം നമുക്കൊരു 15 ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ആക്സാ ബ്ലേഡിൽ നമുക്കൊന്ന് സ്പോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടുത്തതായിട്ട് സ്പോട്ട് വെൽഡ് ചെയ്യുന്നത് ലിഥിയം അയൺ സെല്ലാണ്. അയൺ സെല്ലിൽ നമ്മൾ എപ്പോഴും സ്പോട്ട് വെൽഡ് ചെയ്യുമ്പോൾ ടൈം കുറച്ചിടുക, പെഡലിൻ്റെ ടൈം കുറച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ബാറ്ററി ഷോർട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ടൈം കുറച്ചിട്ടിട്ട് വേണം സ്പോട്ട് വെൽഡ് ചെയ്യാൻ. ഇത് നല്ല രീതിയിൽ നമുക്ക് സ്പോട്ട് വെൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളും ഇത് ചെയ്ത് നോക്കുക. ഒരു സ്പോട്ട് വെൽഡിംഗ് മെഷീൻ വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും 10-12,000 രൂപയ്ക്കകത്ത് ചിലവുള്ളതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് മൊത്തത്തോടെ ചിലവായത് 4,000 രൂപയ്ക്ക് അകത്തേ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങളും ഇത് കണക്ക് ഒരെണ്ണം ചെയ്ത് നോക്കുക. എൻ്റെ കൺട്രോൾ ബോർഡിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ആ കൺട്രോൾ ബോർഡിൽ തന്നെ നമ്മളിത് ചെയ്യേണ്ട രീതിയെല്ലാം അവർ എഴുതിയിട്ടുണ്ട്. അതിനൊരു കാർഡുണ്ട്, ആ കാർഡിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഇത് പ്രയോജനമായിരിക്കും.
നമ്മുടെ സ്പോട്ട് വെൽഡിംഗ് മെഷീന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ബൈ.